വമ്പന്മാർ പോരാട്ടത്തിനിറങ്ങുന്ന ആറ്റിങ്ങലിൽ ഇത്തവണ മത്സരം പ്രവചനാതീതമാണ്. സാമുദായിക സമവാക്യം നിർണായകമായ മണ്ഡലത്തിൽ പല കൊമ്പന്മാരും കാലിടറി വീണ ചരിത്രവുമുണ്ട്. വലിയ വിജയപ്രതീക്ഷ പുലർത്തുമ്പോഴും അടിയൊഴുക്കിലെ ആശങ്ക മുന്നണികൾക്കുണ്ട്. പോരാട്ടത്തിന്റെ ചൂടും ചൂരും പേറുന്ന രണഭൂമിയാണ് ആറ്റിങ്ങൽ. അവിടെയാണ് തലയെടുപ്പുള്ള സ്ഥാനാർത്ഥികൾ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയും MLAയും പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആറ്റിങ്ങലിൽ ഇത്തവണ പോരാട്ടത്തിന് തീപിടിക്കുമെന്നുറപ്പ്. ഇടതുകോട്ടയിൽ കഴിഞ്ഞ തവണ വെന്നിക്കൊടി പാറിച്ച അടൂർ പ്രകാശ് ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു വിധത്തിലുമുള്ള ആശങ്കയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആത്മസംതൃപ്തിയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഇടതിനോട് ചായ്വ് കൂടുതലാണ് മണ്ഡലത്തിന്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കോട്ടയിൽ വോട്ടർമാർ ഇത്തവണ രക്തഹാരമണിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഇത്തവണ നമുക്ക് ഈ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ്. കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. 7 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ MLAമാരാണ് ഇന്നുള്ളത്. 2019 24% വോട്ട് നേടിയ BJPക്ക് കണ്ണായ മണ്ണാണ് ആറ്റിങ്ങൽ. കേന്ദ്രമന്ത്രിയെ തന്നെ കളത്തിലിറക്കി കളിക്കുന്നതും അട്ടിമറി ലക്ഷ്യം വെച്ചു തന്നെയാണ്. 2 സ്ഥാനാർത്ഥികളും നല്ല കഴിവുള്ളവരാണ്. നല്ല രീതിയിൽ അവരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MPക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അവകാശവാദങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും അടിയൊഴുക്കുകളിൽ വലിയ ആശങ്കയുണ്ട് മുന്നണികൾക്ക്. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ വിജയിക്കുന്നതാര് എന്നതിനൊപ്പം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നതാര് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇത്തവണ ആറ്റിങ്ങലിൽ മുന്നണികൾ അത്രമേൽ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് ചുരുക്കം. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, ആറ്റിങ്ങൽ.